ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നത് പാലക്കാടാണ്. വർക്കിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിടാമെന്ന് കരുതി. അതായത് നമ്മൾ പാലക്കാടായിരുന്നു വർക്ക് ചെയ്തതിന്. ഇപ്പോൾ പൊള്ളാച്ചിയിലോട്ടൊരു വർക്ക് കിട്ടി. അപ്പോൾ അവിടെ വന്നപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കുള്ള ഓരോ മറ്റേ പോസ്റ്റുകൾ കണ്ടപ്പോൾ അതിലൊന്ന് വന്നതാണ്. അതായത് സൺഡേ അല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തം ജീപ്പിൽ തന്നെയാണ് വന്നതൊക്കെ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ബസ്സിലാണ് റൂട്ട് എന്ന് പറഞ്ഞു. ഒരാൾക്ക് 500 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ 32 സീറ്റാണ് ബസ്സിലുള്ളത്. ആ ബസ്സിൽ എന്താ വെച്ചാൽ ഇപ്പോൾ സൺഡേ അല്ലാത്തതുകൊണ്ട് ആളില്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തം വണ്ടിയിൽ തന്നെ പോകുന്നത്. ഇവിടെ വണ്ടികളൊക്കെ ഒരു ഗൈഡിനെ വെച്ചിട്ട് നമ്മളെ കൂടെ ഒരു ഗൈഡിനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ വണ്ടിക്കാണെങ്കിൽ 400 രൂപയാണ് ഒരാൾക്ക് വരിക. അപ്പോൾ നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ ജീപ്പിൽ എന്താ വെച്ചാൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട്, ഒരു ഗൈഡിനെ വെച്ച് കണ്ട്, പിന്നെ കുറേ മൃഗങ്ങളൊക്കെ കണ്ട്. ഇത് എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വ്യാപ്തിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 643.66 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് ചുറ്റി കിടക്കുന്നൊരു വലിയ കാടാണ്. ഇതിൽ കൂടുതൽ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാനാണ് കൂടുതൽ കണ്ടത്. മയിലിനെ നല്ലോണം കാണാണ്ട്, പക്ഷികളെ കുറച്ച് കാണാണ്ട്. അതേപോലെ മറ്റേ കടുവനെ കണ്ടിട്ടില്ല. 42 കടുവകളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കടുവനെ കണ്ടിട്ടില്ല. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും. അതായത് നമ്മൾ ഡ്രൈവിങ്ങിൽ എന്താ വെച്ചാൽ ഒരാൾ ഡ്രൈവിങ്ങിൽ ആണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് വണ്ടി നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. പിന്നെ തിരിച്ചു പോന്നപ്പോൾ നമ്മൾ കുറേ ആനകളെ കണ്ടിട്ടില്ല. ആനപ്പിണ്ടത്തെ മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ ഏറ്റവും അതിൻ്റെ മേലെ പോയിട്ടാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. പറമ്പിക്കുളം ഏറ്റവും മേലെ ഒരു ടൗൺ ഉണ്ട്. അവിടെ പോയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മീനും ചോറും, നല്ല ചോറും മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് ബുക്ക് ചെയ്തിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീക്കെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നാണ്ടൊക്കെ ഒന്ന് കണ്ടാണ്ടൊക്കെ ഫാമിലിയായിട്ട് കണ്ടാണ്ടൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വന്നതൊന്നല്ല. നമ്മൾ വർക്കിന് വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടു പോകാമെന്ന് കരുതിയിട്ടാണ്. ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് നമ്മളെന്താ വെച്ചാൽ കണ്ടു പോകാമെന്ന് കരുതിയാണ്. നല്ല കുഴപ്പമില്ലാത്ത കാശും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നമ്മളെ ഫോളോ ചെയ്യും, ലൈക്കൊക്കെ അടിക്കും.